നമസ്കാരം. തേടൈ ന്യൂസിലേക്ക് സ്വാഗതം. അച്ഛനും അമ്മയും പിരിഞ്ഞു. രണ്ടാനമ്മ കാരണം പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിരവധി. താൻ നേരിട്ട പ്രതിസന്ധികളെക്കുറിച്ച് സാന്ദ്ര. ഇടുക്കിക്കാരിയായ സാന്ദ്ര അമ്മയെ ഇന്നും പ്രേക്ഷകർ ഓർക്കുന്നത് കസ്തൂരിമാൻ എന്ന സിനിമയിലൂടെയാണ്. അവതാരകയായും നടിയായും പ്രേക്ഷകർക്ക് സുപരിചിതയായ സാന്ദ്ര ഇന്ന് കരിയറിൽ നിന്ന് മാറി നിന്ന് കുടുംബജീവിതം നയിക്കുകയാണ്. നടൻ പ്രജിൻ പത്മനാഭനെയാണ് സാന്ദ്ര വിവാഹം ചെയ്തത്. ഇരുവർക്കും ഇരട്ടക്കുട്ടികളും പിറന്നു. ജീവിതത്തിലെ വിഷമകരമായ പല ഘട്ടങ്ങളും സാന്ദ്ര അഭിമുഖീകരിച്ചിട്ടുണ്ട്. ഒരു തമിഴ് മീഡിയയുമായുള്ള അഭിമുഖത്തിലാണ് നടിയുടെ പ്രതികരണം. തൻ്റെ ചെറുപ്രായത്തിലെ അച്ഛനും അമ്മയും പിരിഞ്ഞതെന്നാണ് സാന്ദ്ര പറയുന്നു. അച്ഛനും അമ്മയും പിരിയുമ്പോൾ തനിക്ക് വളരെ ട്രോമയായി. ഞാനും ഏട്ടനും അച്ഛൻ്റെ കൂടെയായിരുന്നു. അച്ഛൻ വേറെ കല്യാണം കഴിക്കുന്ന കാര്യം പറഞ്ഞു. ഞാൻ ഇക്കാര്യം ചേട്ടനോട് പറഞ്ഞപ്പോൾ ഓക്കെ പറഞ്ഞേക്കെന്ന് പറഞ്ഞു. പറയില്ലെന്ന് ഞാൻ. ഇന്ന് നമ്മൾ ഓക്കെ പറഞ്ഞില്ലെങ്കിൽ എൻ്റെ ജീവിതം നാശമായതിന് കാരണം നിങ്ങളാണെന്ന് അച്ഛൻ നമ്മൾ വളർന്നാൽ പറയും. അതിനാൽ സമ്മതിച്ചേക്കാൻ ചേട്ടൻ പറഞ്ഞു. അങ്ങനെ ഞാൻ സമ്മതിച്ചു. അങ്ങനെ അച്ഛൻ രണ്ടാമത് വിവാഹം ചെയ്തു. അതിനുശേഷം രണ്ടാനമ്മ കാരണം ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. നമ്മൾ ജീവിച്ചു കാണിക്കണമെന്ന് ചേട്ടൻ പറയുമായിരുന്നു. സാന്ദ്ര ഓർത്തു. 2006 വാഹനാപകടത്തിൽ സാന്ദ്രയുടെ ചേട്ടൻ മരിച്ചു. ചേട്ടൻ്റെ മരണത്തിന് പിന്നാലെ അദ്ദേഹത്തിൻ്റെ കാമുകി ആത്മഹത്യ ചെയ്തതിനെക്കുറിച്ചും സാന്ദ്ര സംസാരിച്ചു. അവർ പ്രണയത്തിലാണെന്ന് അറിയില്ലായിരുന്നു. ചേട്ടൻ മരിച്ച് അടുത്ത ദിവസം രാവിലെ അവരും മരിച്ചു. ഞെട്ടലിലായിരുന്നു അത്. ചേട്ടൻ കൂടെയില്ലാത്തത് ഇപ്പോഴും വിഷമമാണ്. എന്ത് കാര്യമാണെങ്കിലും അടുത്ത സെക്കൻഡ് വന്ന് നിൽക്കുമായിരുന്നു. ആത്മാവിൽ എനിക്ക് നേരത്തെ വിശ്വാസമുണ്ടായിരുന്നില്ല. എന്നാൽ ചേട്ടൻ മരിച്ച ശേഷം നല്ല വിശ്വാസമുണ്ട്. സാന്ദ്രയെക്കുറിച്ച് പ്രജിനും സംസാരിച്ചു. ജീവിതത്തെക്കുറിച്ച് ഒന്നും അറിയാതിരുന്ന തനിക്ക് എല്ലാ പിന്തുണയും തന്നത് സാന്ദ്രയാണെന്ന് പ്രജിൻ പറഞ്ഞു. സാന്ദ്രയെ താൻ അഭിനയത്തിൽ നിന്നും ഒരിക്കലും വിലക്കിയിട്ടില്ലെന്നും പ്രജിൻ വ്യക്തമാക്കി. ഇതേക്കുറിച്ച് സാന്ദ്ര സംസാരിച്ചു. എനിക്ക് അഭിനയിക്കാൻ നിയന്ത്രണമൊന്നുമില്ല. ഞാൻ സ്വയം വെച്ച നിയന്ത്രണമാണ്. കുഞ്ഞിനെ എനിക്ക് തന്നെ നോക്കണമെന്നുണ്ട്. വയസ്സായാലും അഭിനയിക്കുമെന്നും സാന്ദ്ര ചൂണ്ടിക്കാട്ടി.